തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വലിയ തിരിച്ചടികളാണ് ബി.ജെ.പിക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്കിടെ ബി.ജെ.പിക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. മഹായുതി സഖ്യത്തിൽ സീറ്റ് വിഭജനം കീറാമുട്ടിയായിരിക്കെ 10 സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ച് RPI രംഗത്ത് വന്നു. പാർട്ടി മേധാവിയും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്തേവാലയാണ് മത്സരിക്കാൻ സീറ്റ് വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 8 മുതൽ 10 വരെ സീറ്റുകളിൽ മത്സരിക്കാനുള്ള താൽപര്യം ബി.ജെ.പിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഹായുതി സഖ്യത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീറ്റ് വിഭജന ചർച്ചകളുടെ ഭാഗമായി മുതിർന്ന ബി.ജെ.പി നേതാവും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഭൂപേന്ദർ യാദവിനെ കണ്ട് താൻ ഈ ആവശ്യം അറിയിച്ചതായും അത്തേവാല പറഞ്ഞു. ദളിത് സമുദായങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് തങ്ങൾക്ക് പ്രത്യേക വോട്ട് ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം തങ്ങളുടെ പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുന്നതിന് 8 മുതൽ 10 വരെ സീറ്റുകൾ വേണമെന്നും ഓരോ മേഖലയിലും 1-2 സീറ്റുകൾ ലഭിക്കണമെന്നുമാണ് RPIയുടെ ആവശ്യമെന്നും ചൂണ്ടിക്കാട്ടി. സഖ്യ പങ്കാളികളിൽ ആത്മവിശ്വാസമുണ്ട് എന്നും രാംദാസ് അത്തേവാല പറഞ്ഞു. അതിനിടെ ഡിസംബർ 6-ന് ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷികത്തിനായുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി ദീപക് കേസാർക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതായി അത്തേവാല വ്യക്തമാക്കി. പൗര റെയിൽവേ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നെന്നും ഈ വർഷം ഏകദേശം 11 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ശിവാജി പാർക്ക്, ചൈത്യഭൂമി എന്നിവിടങ്ങളിൽ സന്ദർശകർക്കായി ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പി, ശിവസേന, NCP എന്നിവ ഉൾപ്പെടുന്ന മഹായുതി സഖ്യത്തിന്റെ ഭാഗമാണ് RPI. നിലവിലെ നിയമസഭയിൽ 103 MLAമാരുള്ള ബി.ജെ.പിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ശിവസേന 40, NCP 41 എന്നിങ്ങനെയാണ് മഹായുതി സഖ്യത്തിലെ കക്ഷികളുടെ സീറ്റ് നില. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയിൽ കോൺഗ്രസ് 40, ശിവസേന 15, NCP 13 എന്നിങ്ങനെയാണ് സീറ്റ് നില. സ്വതന്ത്രരും മറ്റുള്ളവരുമടക്കം 29 MLAമാർ ഉണ്ട്. ചില സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മഹാരാഷ്ട്രയിലെ 288 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാനാണ് സാധ്യത. അതേസമയം തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി മത്സരിക്കുന്നത് മുഖ്യമന്ത്രി മുഖം ഉയർത്തി കാണിക്കാതെയായിരിക്കുമെന്ന റിപ്പോർട്ട് ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു. അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAക്ക് സംസ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുഖമില്ലാതെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാനത്തെ ഭരണസഖ്യം പദ്ധതിയിടുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന അധ്യക്ഷനുമായ ഏക്നാഥ് ഷിൻഡെയ്ക്ക് തിരിച്ചടിയായി കൂട്ടായ നേതൃത്വ സമീപനത്തിന് പകരം ഒരു മുഖ്യമന്ത്രി മുഖം അവതരിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം 17 സീറ്റുകൾ നേടിയിരുന്നു. അതേസമയം പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി 30 സീറ്റുകൾ നേടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി പ്രവർത്തകർ. അന്തരിച്ച മുതിർന്ന നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മകൾ പങ്കജ മുണ്ടെ ഉൾപ്പെടെ 5 സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി മത്സരിപ്പിച്ചത്. 5 പേരും വിജയിച്ചു. ഷിൻഡെ സേനയും അജിത് പവാറിന്റെ NCPയും 2 പേരെ വീതം നാമനിർദ്ദേശം ചെയ്തു. ഇവരും വിജയിക്കുകയാണ് ചെയ്തത്. NCPയും ശിവസേനയും പിളർന്നതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തിരഞ്ഞെടുപ്പിനുണ്ട്.